സീത എന്തു പറ്റി? രാം, സിഹയെ കണ്ടോ? എവിടെയാ നിൽക്കുന്നത്? സിഹിയോ? എവിടെ? ഇതെന്താ റാം ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങക്ക് സിഹയെ കാണാൻ കഴിയുന്നില്ലേ? ഇതാ ഇവിടെ തന്നെയുണ്ട്. സിഹി, സിഹി, എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്? നീ പോയി ഒളിച്ചിരുന്ന ഞാൻ കണ്ടെത്തില്ലെന്ന് കരുതിയോ നീ? ഈ സീതമ്മയുടെ കണ്ണ് വെട്ടിച്ച് നിനക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. സിമ്പിൾ ആയിട്ട് കണ്ടെത്തിയില്ലേ നിന്നെ? എന്റെ ബെല്ലിയാ, ഞാൻ ഇവിടെ തന്നെയുണ്ട് സീതമ്മ. സീത, റാം, എനിക്കറിയായിരുന്നു ഇവൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഒളിച്ചിരിക്കുന്നേന്ന്. എന്റെ ചക്കര കുട്ടിയാ, നിന്നെ കാണാതെ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയാവോ മോളെ? നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഹാവു, ഭാഗ്യം, ഒന്നും പറ്റിയിട്ടില്ല. നിന്റെ അച്ഛൻ നിനക്ക് പരിക്ക് പറ്റിയെന്നൊക്കെ എന്നോട് പറഞ്ഞത്. കണ്ടോ, നമ്മുടെ മോൾക്ക് ഒരു പരിക്കുമില്ല, ഒരു കുഴപ്പമില്ല. എന്റെ ചക്കര മോളാ നീ, എന്റെ ചക്കര സി. സീതയുടെ അവസ്ഥ വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. പാവയെ സിഹിയായിട്ട് കരുതുന്നുണ്ടെങ്കില് കൊച്ചിന് ഭ്രാന്തായതാ. അതേതായാലും നന്ദി. സീതേ, ഗുഡ് മോർണിംഗ് മേമ. ഗുഡ് മോർണിംഗ് സീത. സീതേ, എന്തിനാ സാമ്പ്രാണി കത്തിച്ചത്? ഇതെന്താ മേമ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്കിത് അറിയില്ലേ? സാമ്പ്രാണി കത്തിച്ചാൽ വീട്ടില് ശാന്തി സമാധാനം വരും. ഒരു ബുദ്ധിമുട്ടും പിന്നെ വീട്ടിലുണ്ടാവില്ല. റാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സീത. എന്താ ഇത്ര വേഗം എഴുന്നേറ്റ്? സിഹ എഴുന്നേറ്റായിരുന്നോ? അവളെ ഞാൻ തന്നെ എഴുന്നേപ്പിച്ചോളാം. സ്കൂളിലേക്ക് പോകേണ്ട കാര്യം അവൾ മറന്നിട്ടുണ്ടാവും. ഇത്രയും ദിവസം ഒഴിവായിരുന്നല്ലോ, ആർക്കും ഓർമ്മയില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവള്. ഞാൻ എത്ര നേരമായിട്ട് നിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും.
പക്ഷെ ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ കാണുന്നില്ലല്ലോ. നിങ്ങളെല്ലാരും വാ, ഭക്ഷണം കഴിക്കാം. റാം, എന്താ നിങ്ങളുടെ കണ്ണിങ്ങനെ ചുവന്നിരിക്കുന്നേ? അത് സീത, ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ലേ? ഇതുകൊണ്ടാ പറയുന്നത് സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കണമെന്ന്. നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കേയില്ലല്ലോ. നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതായില്ലേ? ഇനിയെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കൂടെ? സീത, സിഹിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാതെയാണ് നീ സംസാരിക്കുന്നതല്ല. നിനക്ക് ഞാൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി തരിക? എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇല്ലാത്ത പക്ഷം നിങ്ങളും ഈ കെട്ടിടത്തോടൊപ്പം ഇല്ലാതാകുന്നതായിരിക്കും. ജാഗ്രത. അവസാനമായിട്ട് പറയുകയാണ്, എല്ലാവരും ഇവിടെ ഒഴിഞ്ഞു പോകേണ്ടതാണ്. ബാക്കി എല്ലാരും കഴിക്കാൻ വിളിച്ചു. ഞാൻ പോവില്ല. ഞാൻ ഇവിടെ തന്നെ. കാവേരി സിസ്റ്റർ, ഇന്ന് നമ്മുടെ ഡെത്താണെന്നുള്ള കാര്യത്തില് ഒരു ഡൗട്ടും ഇല്ല. സുബ്ബി എവിടെ ജാക്കി? ആ എടേ, സുബ്ബി എവിടാ? അമ്മ എപ്പോഴും പറയാറുണ്ടേ, നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും അങ്കാളമ്മയെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവാൻ പാടുള്ളൂന്ന്. അപ്പൊ ആ കാര്യം ഉറപ്പായിട്ട് നടക്കുമെന്ന്. ഈ കാര്യം നടക്കുമല്ലോ അല്ലേ? ഈ കാര്യം നീ ഭംഗിയായിട്ട് നോക്കണേ. ഇതാരോടാ? എനിക്കറിയാം നീ എല്ലാം നല്ല ഭംഗിയായിട്ട് നോക്കുമെന്ന്. എനിക്ക് ആ വിശ്വാസമുണ്ട്. എത്തിയല്ലോ. നമസ്കാരം ചേട്ടാ. ആരാടാ അവള്? മുമ്പിൽ പറഞ്ഞിക്ക്. ഇതാരോടാ? ഞാനൊരു നമസ്കാരം പറഞ്ഞ നിങ്ങൾ തിരിച്ചൊരു നമസ്കാരം പറയണമെന്ന് അറിയില്ലേ നിങ്ങൾക്ക്?
സുബി, നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലാതെയായോ? വലിയ ഗുണ്ടയാ മോളെ അയാള്. അയാൾക്കാണോ നീ ക്ലാസ് എടുത്തു കൊടുക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കേ. എന്തിനാ ചേച്ചി മിണ്ടാതിരിക്കുന്നേ? നമ്മുടെ സ്ഥലത്തേക്ക് വന്ന് നമ്മളോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞാ നമ്മൾ നോക്കി നിക്കണോ? ആ കുരുമുളകിനെ എടുത്ത് കളയടാ. ചേട്ടാ, കുരുമുളകൊന്നും അല്ല, എന്റെ പേര് സുബി. എന്തായാലും നമ്മുടെ സുബി റബ്ബലാണടാ. റെബലല്ല, റെബൽ സുബി. എടാ, നോക്കി നിൽക്കാതെ എടുത്ത് കളയാൻ നോക്കടാ. ഏയ്, എന്നെ തൊടാൻ ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ വന്ന് തൊട്. അനി, നീയും വേഗം എഴുന്നേറ്റോ ഇന്ന്? ഗുഡ് ബോയ് ആണല്ലോ. നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ സിഹിയെ പോയി വിളിച്ചോണ്ട് വരാവേ. എന്തു പറ്റി? എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നത്? ഭക്ഷണം കഴിക്കേ. സീത, നീ ഇരിക്കുമ്പോളെ ഒരുമിച്ച് കഴിക്കാം. മുത്തശ്ശ, സീത, നീ ഇന്ന് മരുന്ന് കഴിച്ചോ? മരുന്നോ? അതിനിപ്പോ എനിക്കെന്താ കുഴപ്പം? അല്ല സീത, നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തില്ലായിരുന്നോ മരുന്ന്? അതൊന്നും കഴിച്ചില്ലായിരുന്നോ? ചെറിയച്ഛ, അതിന്റെ ആവശ്യമില്ല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ സീത, ഞാനത് കൊണ്ടുവരാം. റാം, നിങ്ങൾ ഇരുന്നേ. സീത, ഇരിക്കേ. നീ കൊണ്ടുവരാമോ? അവൻ കൊണ്ടുവന്നോളൂ. മോളിരിക്കെ. മുത്തശ്ശ, അതിന്റെ ആവശ്യമില്ല. റാം, കഴിച്ചോണ്ടിരിക്കുമ്പോ എഴുന്നേക്കരുത്. അവിടെ ഇരുന്നേ. ഇരിക്കേ. ഞാൻ എന്നാ മെഡിസിൻ കഴിച്ച് സിഹിയും കൊണ്ടിങ്ങോട്ട് വരാം. എല്ലാരും ഭക്ഷണം കഴിക്കൂട്ടോ. സിഹി, ആ, സീതമ്മ, ഞാൻ വന്നു. സിഹി. സീത, ഛേ, സീത സിഹി ഇല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ആരുടെ മേലും കൈവെക്കരുതെന്ന്. ഇതാരോടാ? അയ്യോ, ഇവളുടെ ഒരു ഡയലോഗ്. എടീ, ഒരു പെഗിന്റെ വലിപ്പം പോലുമില്ല, എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ? മര്യാദക്ക് അവിടുന്ന് മാറിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ആരംഭിക്കേണ്ടി വരും. അതെങ്ങനെ നിങ്ങൾ JCB വഴി കൊണ്ടുപോകും? ഞങ്ങളുടെ മേത്തക്കൂടെ ഓടിച്ചോണ്ട് പോവോ? ഏയ്, JCB എടുക്കടാ. ഇവര് വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥലം നിങ്ങൾ തട്ടിയെടുക്കാൻ നോക്കിയാ ഈ വീഡിയോ ഞങ്ങൾ എല്ലാവർക്കും അയക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞങ്ങൾ ഈ 4 പേര് ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. കേട്ട്, അവരുടെ മേത്തൂടെ കേട്ട്. കാവേരി ചേച്ചി, ജാക്കി ചേട്ടാ, ആ, എടാ കുട്ടിലിംഗം, നിങ്ങൾ ആരും പേടിക്കണ്ട. ഈ JCB എങ്ങോട്ട് പോവും, എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. എടുക്ക്, വാ. വണ്ടി നിർത്തല്ല, എടുത്തോ.
എടി സുബി, അടുത്ത മാസം നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പുതിയ പടം റിലീസാടി. എനിക്കത് കാണണമെന്നുണ്ട്. ബട്ട് ടുഡേ ഓൺലി ഐ ഡൈ ഫോർ സുവർ. നല്ല ചിത്രം എന്നെ ഉണ്ടാക്കിയത്. നീ എന്നെ ചിത്രഗുപ്തന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവല്ലോ സുബി. നിർത്തല്ല, എടുത്തോ. സിഹി, റാം, സീത, അയ്യോ സിഹി മോളെ, നിനക്ക് വല്ലാതെ തണുക്കുന്നുണ്ടോ? നേരത്തെ പുതപ്പിച്ച് എന്നിട്ട് പോയതാണല്ലോ. എന്ത് പറ്റി നിനക്ക്? ആരാ ഇത് മാറ്റിയത്? സീത, സീത, എന്തു പറ്റി? റാം, എന്താ ഇതൊക്കെ? ജനല് നിങ്ങളാണോ ഓപ്പൺ ചെയ്തത്? കണ്ടില്ലേ അവള് കിടന്ന് വിറയ്ക്കുന്നത്? സീതമ്മ, എനിക്കതിന് തണുക്കുന്നില്ലല്ലോ. പുറത്ത് നല്ല കാറ്റല്ലേ റാം? അവൾക്ക് കോൾഡ് വന്നാലോ? അവൾക്ക് പെട്ടെന്ന് തണുപ്പ് പിടിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സീതമ്മ, ആ പാവക്കൂട്ട് ഞാനാന്ന് പറയുന്നത് എന്തിനാ? ആ പാവക്കൂട്ട് ഞാനല്ല. സീതമ്മ, സീതമ്മ. അനി, നീയെങ്കിലും ഒന്ന് പറ, ഞാൻ ഇവിടെ ഉണ്ടെന്ന്. മോം, സീത ചേച്ചി എന്തിനാ പാവക്കുട്ടിയെ? അനി, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ. വാ. വാ മോളെ, എന്റെ പൊന്നു മോളാ, നിനക്കൊരു കുഴപ്പമില്ല. ഗുഡ് ഗേൾ. അച്ഛന് ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ജനല് തുറന്ന് നിനക്ക് തണുപ്പടിപ്പിക്കാൻ നോക്കില്ല. ഇന്നിനി മോളെ സ്കൂളിൽ പോണ്ട, വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തോ. ഗുഡ് ഗേൾ. ഇതെന്താ ഭാർഗവ് ഇത്? സീത ഇമ്പാക്ട് പ്ലെയർ ആകുമെന്ന് കരുതിയപ്പോ മൊത്തം സിറ്റുവേഷൻ അവളെയാണല്ലോ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. ആയിക്കോട്ടെ മോളെ സീത, കുഞ്ഞിനെ ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കണ്ട. രാമ, ജനലും വാതിലൊക്കെ അടച്ചിട്ടേ കേട്ടോ. തണുപ്പല്ലേ. കുഞ്ഞിനെ പനി വല്ലതും പിടിച്ചാലോ? അച്ഛാ, നിങ്ങളും എന്തു പറ്റിയമ്മേ? സീത, നിന്റെ കയ്യിലുള്ളതൊരു കുഞ്ഞല്ല, അതൊരു ഹേമ, മുത്തശ്ശൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? സിഹി എത്ര വലിയ കുട്ടിയാന്ന് പറഞ്ഞാലും എനിക്ക് സീതയ്ക്ക് അവൾ എന്നും ചെറിയ കുട്ടി തന്നെയല്ലേ? അതുകൊണ്ടാണ് സീത അവളെ എടുത്തേക്കുന്നത്. അതെ അമ്മേ. രാമ, സീതയും കുട്ടി കഴിക്കാൻ പാടാ. നിർത്ത്. ഏയ്, ആരാ നിങ്ങളൊക്കെ? എവിടുന്ന് വന്നതാ? ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഏയ്, ആരാടാ ആരാടാ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ? ജീവനോടെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ ഇവരെ. ഇവർക്കൊക്കെ അച്ഛനും അമ്മയും കാണുമോ ചേട്ടാ? ഇതിനൊക്കെ പെറ്റ്
ഉപേക്ഷിച്ച് പോയി കാണും അവര്. സാറേ എന്താ സാറേ ഇതൊക്കെ? എടാ കളവാ, നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ ഈ സ്ഥലം ഒഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോണമെന്ന്. ഇവിടുന്ന് പോയില്ലെന്ന് മാത്രമല്ല, ഈ പീക്കിരികളെ ഇങ്ങനെ നിരത്തി നിർത്തി എനിക്കെതിരെ കളിക്കാമെന്ന് കരുതിയോ? സാറേ, നിങ്ങൾ ഇത് ചെയ്താ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ സാറേ? ഇതൊക്കെ ചെറിയ കുട്ടികളാ, ഇവിടെ തന്നെ ജീവിച്ച് വളർന്നവരാ. ദയവ് ചെയ്ത് അവരെ വിട്ടേക്ക് സാറേ. വിടണമെന്നോ? അതെ, നിങ്ങൾക്ക് എവിടെങ്കിലും പോയി പഠിച്ചൂടെ? റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഫുട്പാത്ത്, അമ്പലം, അവിടൊക്കെ പോയി കിടന്നാലതാ നിങ്ങൾക്ക് ഉറക്കം വരില്ലേ? അങ്ങോട്ട് പോലും പോകാൻ നോക്ക്. സാറേ വാടകടാ, ഇത് കണ്ടോ കോർട്ട് ഓർഡറാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 3 ലക്ഷം മുമ്പിൽ എടുത്തു വെച്ചിട്ട് സംസാരിക്കാൻ നോക്ക്.